നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒരുക്കിക്കൊടുക്കുന്നതിന്റെ മറവിൽ വൻതോതിൽ രാസലഹരി വിൽപ്പന നടത്തിവന്ന യുവാവ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. മണലൂർ അയ്യപ്പൻകാവ് ദേശത്ത് മേനോത്തുപറമ്പിൽ വീട്ടിൽ ശ്രീജിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും അന്തിക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 56 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ശ്രീജിലെന്ന് പോലീസ് പറഞ്ഞു. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ ഏജന്റ് എന്ന വ്യാജേനയാണ് ഇയാൾ തൃശൂർ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം തരപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പേരിൽ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം ഇവരെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുകയായിരുന്നു പ്രതിയുടെ രീതി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ദിവസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് അന്തിക്കാട് വെച്ച് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതി വലയിലായത്. ശ്രീജിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. ലഹരിമരുന്ന് കടത്തിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടോ എന്നും കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറാട്ടുപുഴ സ്വദേശി തലപ്പള്ളി വീട്ടിൽ ദേവദത്തനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 9 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആറാട്ടുപുഴയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ദേവദത്തനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേവദത്തൻ ചേർപ്പ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസിലും 1 കവർച്ച കേസിലും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, GSI K ഷിജു, JSI PN ഷീജ, GSCPO CD ധനീഷ്, CPO വിനീഷ്, പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വൻ മോഷണം. 7 പവൻ സ്വർണ്ണാഭരണവും ഓഫീസ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപയും മോഷണം പോയി. ഓഫീസിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങളടക്കമുള്ള സ്വർണമാണ് നഷ്ടമായത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഓഫീസിന്റെ വാതിലിലെ ടവർ ബോൾട്ട് തകർത്താണ് അകത്തു കടന്നിരിക്കുന്നത്. അകത്തെ സ്ട്രോങ് റൂമിന്റെ ഷട്ടർ തകർത്താണ് സ്വർണവും പണവും കവർന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ ചാടിക്കടന്ന് മോഷ്ടാവ് അകത്തേക്ക് വന്നതിന്റെ അടയാളങ്ങളുള്ളതായി സംശയിക്കുന്നു. ഈ ഭാഗത്തെ പുല്ലിൽ ചവിട്ടി നടന്നതിന്റെ പാടുകളുണ്ട്. ഓഫീസ് വാതിലിന്റെ പൂട്ട് തകർക്കാതെ ടവർ ബോൾട്ട് ഇളക്കിയാണ് അകത്തു കയറിയിരിക്കുന്നത്. ടവർ ബോൾട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വലിയ കരിങ്കൽ കഷ്ണം വാതിലിന്റെ സമീപത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രോങ് റൂം ഷട്ടറിന്റെ സെൻട്രൽ ലോക്കും തുറന്നിട്ടില്ല. ഷട്ടർ ഒരു വശത്തു നിന്ന് ഇളക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഷട്ടർ ഇളക്കി മാറ്റിവെച്ചിട്ടുണ്ട്. ഭഗവതിക്ക് ചാർത്തുന്ന 3 മാലകൾ, അയ്യപ്പ ഭഗവാൻ അണിയിക്കുന്ന മണി, വഴിപാടായി ലഭിച്ച താലികൾ, പൊട്ടുകൾ എന്നിവയാണ് നഷ്ടമായത്. പണം കവർന്നതും അലമാരയിൽ നിന്നാണ്. ഓഫീസിലെ അടച്ചിട്ട മറ്റൊരു മുറിയും തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓഫീസിനടുത്ത് വെച്ചിരുന്ന പൂജാരിയുടെ ബൈക്കിന്റെ രേഖകൾ പുറത്തേക്ക് വലിച്ചെടുത്ത നിലയിലാണ്. രാവിലെ ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോൾ ലൈറ്റുകളെല്ലാം അണഞ്ഞുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,875 രൂപയും പവന് 1,11,000 രൂപയും രേഖപ്പെടുത്തി. തലവണിക്കര തൊട്ടിപ്പറമ്പിൽ അപ്പുഭാര്യ കമല അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ നെള്ളൂർ വെള്ളോട്ടുങ്കൽ പരേതനായ രായപ്പൻ അന്തോണി ഭാര്യ റോസി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. സിസ്റ്റർ പുഷ്പ, വർഗീസ് രായപ്പൻ, പീറ്റർ, ഫ്രാൻസിസ് എന്നിവർ മക്കളും ഉഷ, മേരി, സലീന എന്നിവർ മരുമക്കളുമാണ്.
ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.